നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പവഴി. അതുപോലെ തന്നെ ഡെസിമൽ സംഖ്യ ഇതുണ്ട്, പോയിന്റ് ഉള്ള സംഖ്യയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പവഴിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ 444 ഡിവൈഡ് ബൈ 5 ഇങ്ങനെ എഴുതി ചെയ്യാനല്ല, അല്ലാതെയുള്ള എളുപ്പവഴി നോക്കാം. അതിന് ആദ്യം ഈ സംഖ്യ മൊത്തം 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് നമുക്ക് എളുപ്പമുള്ള അല്ലേ. 4 × 2 8, ഈ 4 × 2 8, ഈ 4 × 2 8, ഇനി 6 × 2 12 ഇങ്ങനെ എഴുതി. ഇനിയോ ഈ 5 എന്ന സംഖ്യ കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 5 എന്നുള്ള ഒറ്റ സംഖ്യയല്ലേ ഉള്ളൂ, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ ഉത്തരവായി. സ്പീഡ് ചെയ്താൽ വളരെ എളുപ്പമല്ലേ. ഇത് പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണ്. അടുത്തത് നോക്കിയേ, ഈ സംഖ്യ തന്നെ താഴോട്ട് എഴുതി 644.4 ഡിവൈഡഡ് ബൈ 5 എന്നാ. അപ്പോൾ എങ്ങനെ എഴുതണം? ഈ പോയിന്റ് ഉണ്ടെന്ന് കണക്കാക്കാതെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 2 8, 4 2 8, 4 2 8, 6 2 12 ഈ ഉത്തരം തന്നെ കിട്ടും. എന്നിട്ടോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടായിരുന്നു, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. ഇവിടെ അല്ലാതെ ഈ സംഖ്യയിൽ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, അതും കൂടെ കൂട്ടണം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ് ഒരു സ്ഥാനം കഴിഞ്ഞാണ് ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുന്നത്, ആ പോയിന്റും കൂടെ ഈ കൂടെ കൂട്ടണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റും ഇവിടെ ഉള്ള ഒരു സംഖ്യക്ക് കഴിഞ്ഞല്ലേ പോയിന്റ്, അതും കൂടെ കൂട്ടുമ്പോൾ 2 പോയിന്റ് മാറ്റി കുത്തിട്ട് ഈ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉത്തരവായി. എന്താ വ്യത്യാസം? ഇവിടെ 5ന്റെ ഒരു പോയിന്റ് ഇടണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന്. 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടണം. ഇവിടെ ആണെങ്കിലോ ഈ 5ന്റെ ഈ ഡിവിഷന്റെ ഒരു പോയിന്റും ഇവിടെ ഒരു സംഖ്യയുടെ പോയിന്റും കൂടി 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. ഇത്രയേ ഉള്ളൂ, എളുപ്പവഴിയല്ലേ. ഇത് നോക്കിക്കേ, ഇവിടെ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് കിടപ്പുണ്ട്. പോയിന്റ് ഇല്ല എന്ന് കണക്ക് കൂട്ടി തന്നെ നമ്മൾ എത്ര കൊണ്ട് അതിൻ്റെ ചെയ്യേണ്ടത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് 4, ഇതേ ഉത്തരം തന്നെ. 8 ഇതേ ഉത്തരം തന്നെ അല്ലേ, സംഖ്യ അത് തന്നെയാണല്ലോ. എന്നിട്ടോ ഈ 5ന്റെ ഒരു പോയിന്റ് മാറ്റണം. പിന്നെയോ ഇതിന് 3 സ്ഥാനമുണ്ട് അല്ലേ, 3 സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ്. അപ്പോൾ ഈ 3 ഇതൊന്നും കൂടെ കൂടുമ്പോൾ 4 സ്ഥാനം മാറ്റി 1 2 3 4 ഇവിടെ വരും പോയിന്റ്. എങ്ങനെയുണ്ട്? അടുത്തത് വേറൊരു സംഖ്യ, ഇത് ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അതിന് 2 10, റിമൈൻഡറോ 1 ഉണ്ട് അല്ലേ, റിമൈൻഡർ ഉണ്ട്. 7 2 14 1 15, റിമൈൻഡർ 1 ഉണ്ട്. ഈ 18 1 19, റിമൈൻഡർ 1 ഉണ്ട്. 2 2 16 1 17 ഇങ്ങനെ ഗുണിച്ചെഴുതി 2 കൊണ്ട്. ഇനിയോ ഈ 5ന്റെ ഒരു സ്ഥാനവും ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് എടുക്കണം. അപ്പോൾ 1 1 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ ഉത്തരവായി. നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.